ഹലോ സുഹൃത്തുക്കളെ, വയനാട്ടിൽ വന്നതാണ്. അപ്പം ചെറിയൊരു കാടങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഒരു യാത്ര അങ്ങ് നടത്തി അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പ്രഭാത സവാരിയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം. പുലിയുണ്ടോ നോക്കാൻ വേണ്ടി കാട് കയറിയതാണ് സുഹൃത്തുക്കളെ. വയനാടാണുള്ളത്. അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്രയാണ് ഇനി കാണുന്നത്. ഇത് കാപ്പിത്തോട്ടമാണ്, പോരാത്തതിന് ചെറിയൊരു കാടുമാണ്. ഇതാണ് കാപ്പീൻ്റെ ചെടി കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. പിന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മെല്ലെ മെല്ലെ വെറുതെ കാട്ടിൻ്റെ ഉള്ളിലൂടെ രാവിലെ ഒരു പ്രഭാത സവാരി, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നല്ല. പുലിയൊന്നും നോക്കാൻ വന്നോ എന്നല്ല, അതൊന്നും വിചാരിക്കണ്ട. തമാശ പറഞ്ഞു എന്ന് മാത്രം. കാപ്പിച്ചെടിയാണ് കൂട്ടുകാരെ, കാപ്പിച്ചെടി. നീ അത് കണ്ടിട്ടില്ല എന്ന് പറയണ്ട. നിങ്ങളിതൊക്കെ കണ്ടതായിരിക്കും. ഞാൻ വെറുതെ വീഡിയോ എടുത്തിരുന്നു എന്ന് മാത്രം. പാമ്പില്ലാതിരുന്നാൽ ഭാഗ്യം. പുലി എന്ത് ചെയ്താലും വരൂല. കാരണം ഇത് അത്ര വലിയ കാടൊന്നും അല്ലാത്തത് കൊണ്ട് പുലിയൊന്നും ഉണ്ടാവില്ല. ചെറിയ കാടാണ്, എന്നാലും നടക്കുമ്പം സൂക്ഷിക്കണം. മാറാല ഒരുപാടുണ്ട്. ചൊറിയൻ ചിരന്തിയാണ്. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലെ മാറാല പോലെയല്ല, കാട്ടിൻ്റെ ഉള്ളിലെ മാറാലയാണ്. കുരുമുളക് എൻ്റെ വീട്ടിലും ഉണ്ട് കുരുമുളക്. പക്ഷെ ഇത്ര വലിയ ചെടിയിലല്ലാന്നേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ കൃഷിയുണ്ട്. അതിൻ്റെ ഇടയിൽ കാപ്പി, കഴുങ്ങുണ്ട്, റബ്ബറുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ മകൻ്റെ വീട്ടിലാണ്. അവരുടെ കാപ്പിത്തോട്ടത്തിലാണ് ഞാനിന്ന് പോയത്. കുറച്ച് കാടും ഇതുമൊക്കെ കാണിച്ചതാണ്. അപ്പോൾ നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ വീഡിയോ എല്ലാം കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. തണുപ്പായതുകൊണ്ട് ശബ്ദമൊന്നും നല്ല രീതിയിൽ വരാത്തത്, ഒന്നും വിചാരിക്കല്ലേ. ഓക്കെ.